വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനകത്ത് പഠിക്കാനുള്ളത് പൾസ് കോഡ് മോഡുലേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ലൈക്ക് പൾസ് കോഡ് മോഡുലേഷൻ, പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അങ്ങനെ കുറേ ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പൾസ് കോഡ് മോഡുലേഷനെ പറ്റിയാണ്. അതിന് മുമ്പ് നമുക്ക് സാമ്പിളിംഗ് എന്താണെന്ന് പഠിക്കാനുണ്ട്. സാമ്പിളിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ അല്ലെങ്കിൽ ഒരു അനലോഗ് സിഗ്നലിനെ, നമുക്ക് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്. ഇതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പം എനിക്ക് ഇതിനെ ഇങ്ങനെ ഡിസ്ക്രീറ്റ് സാമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ കുറേ സാമ്പിൾസ് ആയിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം. എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സാമ്പിൾഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും എനിക്ക് ഡിസ്ക്രീറ്റ് ഫോമിൽ കിട്ടും. ഇവിടെ നമ്മൾ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ അതിനൊരു സാമ്പിളിംഗ് ടൈം പീരീഡ് വേണം. അപ്പോൾ ആ സാമ്പിളിംഗ് ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ TS വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ സാമ്പിളിംഗ് ടൈം പീരീഡ് അറിയാമെങ്കിൽ നമുക്ക് സാമ്പിളിംഗ് റേറ്റ് കണ്ടുപിടിക്കാം. FS = 1/TS. അപ്പോൾ സാമ്പിളിങ്ങിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ: ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആക്കുക. ആ പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സാമ്പിളിംഗ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾഡ് ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ സാമ്പിൾ ചെയ്ത് കിട്ടുന്ന ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൽ നിന്നും നമ്മുടെ ഒറിജിനൽ സിഗ്നലിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം സാമ്പിളിംഗ് ചെയ്യേണ്ടത്. ഇപ്പോൾ സാമ്പിളിംഗ് ചെയ്യണമെങ്കിൽ സാമ്പിളിംഗ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സിഗ്നലിന്റെ സാമ്പിൾഡ് വേർഷനിൽ നിന്ന് നമുക്ക് ഒറിജിനൽ സിഗ്നലിനെ, നമ്മുടെ ഒറിജിനൽ സിഗ്നൽ ഇതാണ്, ആ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റണം. അതിന് നമുക്ക് സാമ്പിളിംഗ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് സാമ്പിളിംഗ് തിയറം? അതിന്റെ ശരിക്കുമുള്ള ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്: എ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ ഓഫ് ഫൈനൈറ്റ് എനർജി വിച്ച് ഹാസ് നോ ഫ്രീക്വൻസി കമ്പോണൻസ് ഹയർ ദാൻ W ഹെർട്സ്. W അല്ലെങ്കിൽ നമ്മൾ FH എന്നൊക്കെ പറയും, ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ്. ആ തന്നിരിക്കുന്ന സിഗ്നലിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് നമ്മളത് W വെച്ചിട്ടോ അല്ലെങ്കിൽ FH ഒക്കെ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. ഇറ്റ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ നോളജ് ഓഫ് ഇറ്റ് സാമ്പിൾസ് ടേക്കൺ അറ്റ് എ റേറ്റ് ഓഫ് 2W. അപ്പോൾ നമുക്ക് FH, ആ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് അറിയാമെങ്കിൽ നമുക്ക് ആ ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്യാം, അല്ലേ? അപ്പോൾ നമ്മൾ സാമ്പിളിംഗ് റേറ്റ് ആയിട്ട് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത് 2W ആണ്. അതാണ് നമ്മുടെ സാമ്പിളിംഗ് റേറ്റ്. നമുക്ക് FS = 2W അല്ലെങ്കിൽ 2FH എന്ന് നമുക്ക് പറയാം. FH എന്ന് പറഞ്ഞാൽ ദ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പിളിംഗ് റേറ്റ്. ഈ സാമ്പിളിംഗ് റേറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നൈക്വിസ്റ്റ് റേറ്റ്. ഈ രീതിയിൽ വേണം നമ്മൾ സാമ്പിൾ ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സിഗ്നലിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നൈക്വിസ്റ്റ് റേറ്റ് അതെന്താണെന്ന് പഠിക്കണം. അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും. FS = 2W which is equal to 2FH. FH എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ്. ഇതാണ് നൈക്വിസ്റ്റ് റേറ്റ്. ഇനി നൈക്വിസ്റ്റ് ഇന്റർവെൽ കണ്ടുപിടിക്കാം. നൈക്വിസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പിളിംഗ് റേറ്റ് ആണ്. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 1/FS. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാമ്പിളിംഗ് ഇന്റർവെൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ സാമ്പിളിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്. മെയിനായിട്ടും ഇതിനകത്ത് റിലേറ്റ് ചെയ്ത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ പ്രോബ്ലംസ് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു നൈക്വിസ്റ്റ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ സാമ്പിളിംഗ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സിഗ്നൽ, ഇപ്പം നമ്മൾ ആ സാമ്പിൾഡ് സിഗ്നലിന്റെ സ്പെക്ട്രം നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഒരു സ്പെക്ട്രം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, സാമ്പിൾഡ് സിഗ്നലിന്റെ സ്പെക്ട്രം.
ഈ ഒരു സ്പെക്ട്രം, നമ്മുടെ ആ ഒരു സാമ്പിൾഡ് സിഗ്നലിൻ്റെ ഔട്ട്പുട്ട് സ്പെക്ട്രം ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ സ്പെക്ട്രത്തിനകത്ത് ചില സമയത്ത് നടക്കുന്ന ഒരു എറർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഓവർലാപ്പിംഗ് ഇഷ്യൂ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അതിനെ നമ്മൾ ഏലിയാസിങ് എന്ന് പറയും. സാമ്പിളിംഗ് പ്രോസസ്സ്, നമ്മുടെ സാമ്പിളിംഗ് തിയറം സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ, അപ്പോൾ നമ്മുടെ സാമ്പിളിംഗ് തിയറം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, FS ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2FH. നമ്മൾ WH പറയാം, 2W. സോ നമ്മുടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് മിനിമം 2FH നൈക്വിസ്റ്റ് റേറ്റ് എങ്കിലും ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FH ആയിരിക്കണം. ഈ കണ്ടീഷനിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ സാമ്പിളിംഗ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോപ്പർ സാമ്പിളിംഗ് മീൻസ് നമ്മുടെ ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. സാമ്പിളിംഗ് റേറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FH. അപ്പോൾ നമ്മൾ ഈ സാമ്പിളിംഗ് ഫ്രീക്വൻസി FS എന്ന് പറയുന്നത് ലെസ് ദാൻ 2FH ആണെങ്കിൽ, നമ്മുടെ നൈക്വിസ്റ്റ് റേറ്റിനെ കാട്ടി കുറവാണ് നമ്മുടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എങ്കിൽ, അവിടെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് ഏലിയാസിങ്, അല്ലേ? അപ്പോൾ ഏലിയാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് എ ഹൈ ഫ്രീക്വൻസി കമ്പോണന്റ് ഇൻ ദ സ്പെക്ട്രം ഓഫ് സിഗ്നൽ ടേക്കിംഗ് ഓൺ ദ ഐഡന്റിറ്റി ഓഫ് എ ലോ ഫ്രീക്വൻസി കമ്പോണന്റ് ഇൻ ദ സ്പെക്ട്രം. സോ നമ്മൾ ആ ഹൈ ഫ്രീക്വൻസി കമ്പോണന്റിന്റെ അതൊരു ഓവർലാപ്പിംഗ് ഇഷ്യൂ ആണ്. സോ അതുണ്ടാവാനുള്ള റീസൺ ഇതാണ്. സോ ഏലിയാസിങ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ കണ്ടീഷൻ FS ലെസ് ദാൻ 2FH. അപ്പോൾ പ്രോപ്പർ സാമ്പിളിംഗ് നടക്കണമെങ്കിൽ രണ്ട് കണ്ടീഷനേ ഉള്ളൂ, FS ഈക്വൽ ടു 2FH, FS ഗ്രേറ്റർ ദാൻ 2FH. സോ ഈ രണ്ട് കണ്ടീഷൻ മാത്രമാണ് പ്രോപ്പർ സാമ്പിളിംഗ്. ജനറലായിട്ട് FS ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2FH എന്ന് പറയാം. ഇഫ് ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ 2FH, അവിടെ ഏലിയാസിങ് ഒക്കർ ചെയ്യും. സോ ഏലിയാസിങ് മീൻസ് ഓവർലാപ്പിംഗ്. ഇങ്ങനൊരു പ്രോബ്ലം ഇതിനകത്ത് നമുക്ക് സ്പെക്ട്രത്തിൽ കാണാം. സോ ഇങ്ങനൊരു ഇഷ്യൂ നമുക്ക് സ്പെക്ട്രത്തിനകത്ത് ഉണ്ടാവും, ഓവർലാപ്പിംഗ് ഉണ്ടാവും. സോ ഇവിടാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്. സോ ദിസ് ഇസ് ദ ഓവർലാപ്പിംഗ് ഓർ ദിസ് ഇസ് ഏലിയാസിങ്. ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷനെയാണ് നമ്മൾ ആ കമ്പോണൻസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഏലിയാസിങ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് നോൺ ആസ് ഏലിയാസിങ്. സോ ഈ പ്രോബ്ലം, ഈ ഏലിയാസിങ്, അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് FS ലെസ് ദാൻ 2FH ആണ്. ഇവിടാണ് ഏലിയാസിങ് ഒക്കർ ചെയ്യുന്നത്. സോ ഞാൻ ഈ വരച്ചേക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് FS ഈക്വൽ ടു 2FH ആണ്. ഇവിടെ നമുക്ക് സിഗ്നലിനെ റിക്കവർ ചെയ്യാൻ പറ്റും. ഇനി FS ഗ്രേറ്റർ ദാൻ 2FH ആണെങ്കിൽ ഇവിടുത്തെ സ്പേസിങ് കുറച്ചും കൂടെ വരും. FS ലെസ് ദാൻ ആണെങ്കിൽ ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇനി എങ്ങനെ ഈ ഏലിയാസിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാം? സോ നമുക്കൊരു ലോ പാസ് ഫിൽട്ടർ, ഒരു ആന്റി ഏലിയാസിങ് ഫിൽട്ടർ നമ്മൾ സാമ്പിളറിന് മുമ്പായിട്ട് അല്ലെങ്കിൽ സാമ്പിളിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ഓവർലാപ്പിംഗ് ആ ഒരു ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ബൈ യൂസിങ് ആൻ ആന്റി ഏലിയാസിങ് ഫിൽട്ടർ ഓർ എ ലോ പാസ് ഫിൽട്ടർ വി ക്യാൻ എലിമിനേറ്റ് ദിസ് ഏലിയാസിങ്. ദെൻ അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് the filtered signal is sampled at a rate slightly higher than nyquist rate. nyquist rate കാട്ടി കുറച്ചും കൂടെ ഒരു ഹയർ ഫ്രീക്വൻസിയിൽ നമുക്ക് സാമ്പിളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏലിയാസിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഈ രണ്ട് എലിമിനേഷൻ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ടു അവോയ്ഡ് നോട്ട് സാമ്പിളിംഗ്, ടു അവോയ്ഡ് ഏലിയാസിങ് നമ്മൾ യൂസ് ചെയ്യുന്ന, അപ്പോൾ ഏലിയാസിങ്ങിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഏലിയാസിങ്ങിനെ അവോയ്ഡ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ഏലിയാസിങ് എന്താണെന്ന് മനസ്സിലാക്കുക, അത് ഒക്കർ ചെയ്യാനുള്ള കണ്ടീഷനും മനസ്സിലാക്കി വെക്കുക, അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ പ്രോബ്ലംസ് നമുക്ക് വരാം. സിമ്പിളായിട്ടുള്ള കുറേ പ്രോബ്ലംസ് നമ്മളിപ്പം സാമ്പിളിംഗ് തിയറം നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: The spectrum of sampled signal may be obtained without overlapping. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏലിയാസിങ് ഒക്കർ ചെയ്യാതെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ, അപ്പോൾ ഞാൻ ആ സ്പെക്ട്രം 3 എണ്ണം ഒന്നും കൂടെ ഒന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ നമ്മുടെ സാമ്പിൾഡ് ഔട്ട്പുട്ടിൻ്റെ സ്പെക്ട്രമാണ് ഇത്. This is the condition for FS is equal to 2FH. അപ്പോൾ ഇതാണ് നമ്മുടെ
del of omega. നമ്മുടെ സാമ്പിൾഡ് ഔട്ട്പുട്ടിൻ്റെ സ്പെക്ട്രമാണ് ഈ വരച്ചേക്കുന്നത്. സോ ദിസ് ഈസ് 0, ദിസ് ഈസ് ഒമേഗ എസ്. സാമ്പിളിംഗ് ഫ്രീക്വൻസിയാണ് ഇത് 2 ഒമേഗ എസ്. സോ നമ്മൾ ഒമേഗ വെച്ചിട്ടാണ്, സോ ഇത് മൈനസ് ഒമേഗ എസ്. സോ ഈ രീതിയിലാണ് നമ്മുടെ സ്പെക്ട്രം പോകുന്നത്. ഇത് എഫ് എസ് ഇസ് ഇക്വൽ ടു 2FH. ഇവിടെ നമുക്ക് സിഗ്നലിനെ റിക്കവർ ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത കേസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്പെക്ട്രം തമ്മിൽ കുറച്ചൊരു സ്പേസിങ് വരുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. ഇത് എഫ് എസ് ഗ്രേറ്റർ ദാൻ 2FH. ഇവിടെയും നമുക്ക് സിഗ്നലിനെ റിക്കവർ ചെയ്യാൻ പറ്റും. ദെൻ ദ തേർഡ് കേസ്, ദാറ്റ് ഈസ് ദ ഏലിയാസിങ്. ഇവിടെ സിഗ്നൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്താണ് നിൽക്കുന്നത്. ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ഓവർലാപ്പ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ ഇതാണ്. സോ ഇതിനെയാണ് നമ്മൾ ഏലിയാസിങ് എന്ന് പറയുന്നത്. സോ ഏലിയാസിങ് അല്ലെങ്കിൽ ആ ഒരു ഓവർലാപ്പിംഗ് ഒക്കർ ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണ്? FS ലെസ് ദാൻ 2FHലാണ്. FH അല്ലെങ്കിൽ FM, ദ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് ഓഫ് ദ സിഗ്നൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. FHനെ അല്ലെങ്കിൽ FM വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് സ്പെക്ട്രം ഓഫ് ദ സാമ്പിൾഡ് സിഗ്നൽ മേ ബി ഒബ്റ്റെയിൻ വിത്തൗട്ട് ഓവർലാപ്പിംഗ്. വിത്തൗട്ട് ഓവർലാപ്പിംഗ് നമുക്ക് കിട്ടുന്നത് 2 കണ്ടീഷനിലാണ്, ഇതുമാണ്. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ഈ രീതിയിൽ നമ്മൾ ഈ സ്പെക്ട്രം കൂടെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സ്പെക്ട്രം, സാമ്പിളിംഗ് തിയറം എന്താണ്, നൈക്വിസ്റ്റ് റേറ്റ് എന്താണ്, നൈക്വിസ്റ്റ് ഇന്റർവെൽ എന്താണ്, അതിൻ്റെ ഇക്വേഷൻസ് എന്താണ്, സാമ്പിളിംഗ് തിയറം അച്ചീവ് ചെയ്യണമെങ്കിലുള്ള അതിൻ്റെ കണ്ടീഷൻസ് എന്താണ്, FS ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. ദെൻ ഏലിയാസിങ് എന്താണ്, അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, ലോ പാസ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് നൈക്വിസ്റ്റ് റേറ്റിനെ കാട്ടി ഇൻക്രീസ് ചെയ്ത് നമ്മൾ സാമ്പിളിംഗ് ചെയ്താൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സാമ്പിളിംഗ് റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു മിനിമം സാമ്പിളിംഗ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മിനിമം സാമ്പിളിംഗ് റേറ്റ്. അപ്പം നമുക്ക് അറിയാം ഇക്വേഷൻ നൈക്വിസ്റ്റ് റേറ്റ് തന്നെയാണ് FS ഇസ് ഈക്വൽ ടു 2FH. മിനിമം സാമ്പിളിംഗ് റേറ്റിനെയാണ് നമ്മൾ നൈക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, FS ഇസ് ഈക്വൽ ടു 2FH. ഇവിടെ തന്നേക്കുന്നത് ഒരു സിഗ്നൽ തന്നിട്ടുണ്ട് 5 cos omega t 400 pi t. 400 pi എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒമേഗ. അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്നൽ. അപ്പോൾ ഈ ഒമേഗ എച്ച് നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും 400 pi ആണ്. 400 pi ആണ് നമ്മുടെ ഒമേഗ എച്ച്. കാരണം ജനറൽ ഫോം ഇതാണ്, A cos omega t. അപ്പോൾ ഒമേഗ എച്ച് 400 pi ആണെങ്കിൽ നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ 2πFH ആണ്. സോ 2πFH നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 2πFH ഈക്വൽ ടു 400 pi. അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് FH കണ്ടുപിടിക്കാം. എത്ര വരും? ഈ പൈ ക്യാൻസൽ ചെയ്യാം. FH 200 ആയിരിക്കും FH. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിനിമം സാമ്പിളിംഗ് റേറ്റ് 2 × 200 വിച്ച് ഈസ് ഈക്വൽ ടു 400 ഹെർട്സ് ആയിരിക്കും നമ്മുടെ മിനിമം സാമ്പിളിംഗ് റേറ്റ്. സോ ഇവിടെ ആൻസർ സി ആണ്. സോ നമുക്ക് സിഗ്നൽസ് തന്നിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ്, ഇവിടെ ഒരു കമ്പോണന്റേ ഉള്ളൂ. സോ അതുകൊണ്ട് എളുപ്പമായിരുന്നു ഒമേഗ എച്ച് കണ്ടുപിടിക്കാൻ. ഒരൊറ്റ കമ്പോണന്റേ ഉള്ളൂ, അതിനകത്ത് 400 pi ആണ് നമ്മുടെ ഹയസ്റ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഒന്നിൽ കൂടുതൽ വരുന്ന കേസസ് ഉണ്ട്, അതാണ് അടുത്തത്. സോ ഇവിടെ നോക്കുക, ഇവിടെ നൈക്വിസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ 3 കമ്പോണൻസ് കണ്ടോ. സോ ഒരു സിഗ്നലിനകത്ത് തന്നെ 3 ഫ്രീക്വൻസി കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഒമേഗ 1 എഴുതാം. ഒമേഗ 1 എത്രയാണ്? 100 pi. ഒമേഗ 2 അറിയാം, 200 pi. ദെൻ ഒമേഗ 3 അറിയാം, അത് 300 pi ആണ്. സോ ഈ ഒമേഗ 1ൽ നിന്നും 2πF1 ഈസ് ഈക്വൽ ടു 100 pi. സോ നമുക്ക് F1 കണ്ടുപിടിക്കാം. F1 50 ആണ്, F2 100 ആണ്. ദെൻ F3 എന്ന് പറയുന്നത് 150 ആണ്. അപ്പം നമുക്ക് 3 ഫ്രീക്വൻസീസ് ഈ ഓരോ ഇക്വേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ ഫ്രീക്വൻസി ആംഗുലർ ഫ്രീക്വൻസീസിൽ നിന്ന് നമുക്ക് 3 ഫ്രീക്വൻസി കമ്പോണൻസ് F1, F2, F3 എന്ന് പറഞ്ഞ് നമുക്ക് 50 ഹെർട്സ്, 100 ഹെർട്സ്, 150 ഹെർട്സ് കിട്ടും. ഇതിനകത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് ഏതാണ്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ തന്നാലും അത് സൈനിലോ കോസിലോ എങ്ങനെ തന്നാലും നമുക്ക് ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻസ്. ഇനി ചില സമയത്ത് സിങ്ക് എന്നൊക്കെ പറഞ്ഞു തരും. സിങ്ക് ഫംഗ്ഷൻ, സിങ്ക് എന്ന് പറഞ്ഞാൽ sin θ/θ ആ ഫോമിൽ എഴുതുക. ആ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. cos² θ എന്ന് പറയുന്ന ഫോമിലാണ് തരുന്നതെങ്കിൽ 1 + cos 2 θ.
അപ്പോൾ ആ ചെറിയ മാത്തമാറ്റിക്സ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട രീതിയിൽ കുറച്ചും കൂടെ ടഫായിട്ട് വേണമെങ്കിൽ ഈ പ്രോബ്ലംസ് ചോദിക്കാം. ഇതിപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ എഫ് എച്ച് എന്ന് പറയുന്നത് ഇതിനകത്ത് ഹയസ്റ്റ് വാല്യൂ ആണ്. എഫ് എച്ച് ഇസ് ഈക്വൽ ടു 150 ഹെർട്സ്. സോ നമുക്ക് എഫ് എച്ച് കിട്ടിക്കഴിഞ്ഞാൽ എഫ് എസ് കണ്ടുപിടിക്കാം. എഫ് എസ് ഇസ് ഈക്വൽ ടു 2FH which is equal to 2 into 150. 2 into 150 which is equal to 300 hertz. സോ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് കണ്ടുപിടിക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഇവിടെ നോക്കി തന്നെ അറിയാം ഇതിനകത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് 150 ആണ്. 2 ടൈംസ് ചെയ്യുമ്പോൾ 300 കിട്ടും. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. സോ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, 300 hertz. സോ നെക്സ്റ്റ് നമുക്ക് ഒരുപാട് ടൈപ്പ് സാമ്പിളിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. എങ്കിലും നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ്, നാച്ചുറൽ സാമ്പിളിംഗ്, ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് ആൻഡ് ഓൾ ഓഫ് ദ എബോവ് ഏതൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാമ്പിളിംഗ്. സോ അതിനകത്ത് ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഇമ്പൾസ് ഫംഗ്ഷൻ, ട്രെയിൻ ഓഫ് ഇമ്പൾസസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും സാമ്പിളിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സാമ്പിളിംഗ് സിഗ്നൽ വേണം. ആ സാമ്പിളിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് അതിലിപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ് മെത്തേഡ് ആയിരിക്കാം, നാച്ചുറൽ ആവാം, ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് ആവാം. ഫ്ലാറ്റ് ടോപ്പ് മീൻസ് സാമ്പിൾ ആൻഡ് ഹോൾഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസ് ഉപയോഗിച്ചിട്ടാണ്. ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഇമ്പൾസ് ഫംഗ്ഷൻ വരയ്ക്കാൻ അറിയാം നമുക്ക്, ഇതാണ് ഇമ്പൾസ് ഫംഗ്ഷൻ. അപ്പോൾ ഇതുപോലൊരു ട്രെയിൻ ഓഫ് ഇമ്പൾസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ്, അതിനെ നമുക്ക് ഐഡിയൽ സാമ്പിളിംഗ് എന്നും പറയും. സോ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് ആണ് ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ്. സോ ദ ടെക്നിക്സ് യൂസ്ഡ് ഫോർ സാമ്പിളിംഗ് ഇതെല്ലാം വരും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ഓർ ഐഡിയൽ സാമ്പിളിംഗ്, നാച്ചുറൽ സാമ്പിളിംഗ്, ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ്, ഓൾ ഓഫ് ദ എബോവ്. സോ ഓൾ ഓഫ് ദ എബോവ് ആണ് ഇതിനകത്ത് ആൻസർ. നാച്ചുറൽ സാമ്പിളിംഗ് പൾസ് ഉപയോഗിച്ചിട്ടാണ്. ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് സാമ്പിൾ ആൻഡ് ഹോൾഡ് ടെക്നിക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് സാമ്പിളിംഗ് ടെക്നിക്സ്. Then the sampling technique having minimum noise interference, noiseless ടെക്നിക് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ സാമ്പിളിങ്ങിനാണ്. സോ അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇതൊക്കെയാണ്. ദെൻ ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, ഐഡിയൽ സാമ്പിളിംഗ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ് അതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ് ചെയ്യുന്നത്. നമ്മൾ സിഗ്നൽസിനകത്ത് പഠിക്കുന്നതാണ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് del of t. സോ ട്രെയിൻ ഓഫ് ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സമ്മേഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഇൻ്റഗ്രൽ -∞ to ∞ del of t dt equal to 1. അപ്പം ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അത് എന്താണ് del of n is equal to 1 at n is equal to 0. So at t is equal to 0. ഈ സീറോത്ത് സിഗ്നൽ, ഈ സീറോ വാല്യൂയിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ട്രെയിൻ ഓഫ് ഇമ്പൾസ് സിഗ്നൽ മീൻസ് കുറേ സിഗ്നൽസ് വരും അല്ലേ, 0-ലും 1-ലും അല്ലെങ്കിൽ ആ ടൈം പീരീഡിൽ ടി എസ് ആണ് നമ്മുടെ സാമ്പിളിംഗ് ടൈം പീരീഡ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു സമ്മേഷൻ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ട്രെയിൻ ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത്. സോ -TS. സോ ഇങ്ങനെ കുറേ ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഒരു സമ്മേഷൻ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് എ ട്രെയിൻ ഓഫ് ഇമ്പൾസസ് ആസ് എ പൾസ് വിഡ്ത്ത് അപ്രോച്ചിങ് 0 വാല്യൂ ആസ് എ നെഗ്ലിജിബിൾ പവർ കണ്ടന്റ്. സോ ഇതിനകത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ് ഇതിനകത്ത് ആൻസർ. നാച്ചുറൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് പൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെയായിരുന്നു നമ്മൾ സാമ്പിളിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് പൾസ് കോഡ് മോഡുലേഷൻ അല്ലെങ്കിൽ PCM എന്ന് പറയും. സോ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് ഈ ശരിക്കും സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ പൾസ് കോഡ് മോഡുലേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ഇതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ബ്ലോക്കുകൾ വരുന്നുണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ്, അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക്. അപ്പോൾ ഒരു ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്കാണ് ഈ പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെസ്സേജ് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സീക്വൻസ് ഓഫ് കോഡഡ് പൾസസ് ആയിട്ടായിരിക്കും നമ്മൾ മെസ്സേജ് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കോഡഡ് പൾസസ് ആക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള ഒരു അനലോഗ് സിഗ്നലിനെ എങ്ങനെ ഒരു കോഡഡ് സിഗ്നലാക്കി മാറ്റാം, അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ദിസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ റെപ്രസെൻറ്റിംഗ് ദ സിഗ്നൽ ഇൻ ഡിസ്ക്രീറ്റ് ഫോം ഇൻ ബോത്ത് ടൈം ആൻഡ് ആംപ്ലിറ്റ്യൂഡ്.
സോ ഇതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെ ഒരു സിഗ്നലിനെ പൾസസ് അല്ലെങ്കിൽ കോഡഡ് പൾസസ് ആയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം, എന്നിട്ട് അതിനെ റിക്കവർ ചെയ്തെടുക്കാം. സോ നമ്മൾ അതിൻ്റെ ട്രാൻസ്മിറ്റർ സെക്ഷൻ, ദെൻ റിസീവർ സെക്ഷൻ, അതിൻ്റെയൊക്കെ ഒരു ബ്ലോക്ക് ഡയഗ്രം നമുക്ക് വരയ്ക്കണം. സോ നമുക്ക് ഒരു PCM സിസ്റ്റം വരയ്ക്കണമെങ്കിൽ നമുക്കതിനകത്ത് നമ്മുടെ മെസ്സേജ് ഇൻപുട്ട്, മെസ്സേജ് സിഗ്നലാണ് നമ്മുടെ ഇൻപുട്ട്. അത് നമ്മളൊരു ലോ പാസ് ഫിൽറ്റർ വഴി നമ്മുടെ സാമ്പിളിംഗ് സർക്യൂട്ടിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാമ്പിളർ എന്ന് വിളിക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് എ ക്വാണ്ടൈസർ. സാമ്പിളർ കഴിഞ്ഞിട്ട് ക്വാണ്ടൈസർ, ദെൻ ആൻ എൻകോഡർ. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു PCM സിഗ്നൽ കിട്ടും. നമുക്കൊരു PCM സിഗ്നലിനെ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ മെസ്സേജ് സിഗ്നലിലാണ് നമ്മുടെ ഇൻപുട്ട്. സോ നമ്മളൊരു ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത് ഏലിയാസിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോ പാസ് ഫിൽറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു സാമ്പിളിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആ അനലോഗ് സിഗ്നലിനെ ഡിസ്ക്രീറ്റ് കമ്പോണന്റ് ആക്കി മാറ്റാൻ. ദെൻ ക്വാണ്ടൈസർ മീൻസ് റൗണ്ട് ഓഫ് ആണ്. നമ്മൾ പഠിക്കും എന്താണ് ക്വാണ്ടൈസേഷൻ എന്നുള്ളത്, ക്വാണ്ടൈസേഷൻ ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിക്കും. സോ റൗണ്ടിങ് ഓഫ് അല്ലെ, ഡിസ്ക്രീറ്റ് വാല്യൂസിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ എൻകോഡർ മീൻസ് നമുക്ക് ഈ ക്വാണ്ടൈസ് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ബൈനറി ഡേറ്റാസ് ആക്കി മാറ്റും. കോഡഡ് ഡേറ്റാസ് ആയിട്ട്, കോഡഡ് പൾസസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് എൻകോഡർ. സോ എങ്ങനെ അതിൻ്റെ എൻകോഡിങ് ടെക്നിക്സ്, നമ്മൾ ലൈൻ കോഡ് ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് സെക്ഷൻ. സോ ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ. ഒരു PCM സിഗ്നലിനെ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം, സോ ഇതാണ് ട്രാൻസ്മിറ്റർ സെക്ഷൻ. സോ നമ്മളൊരു PCM സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ദെൻ ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കാം. സോ നമുക്ക് ആ ഡിസ്റ്റോർട്ടഡ് സിഗ്നലിനെ നമ്മൾ ചാനൽ വഴി നമ്മുടെ ചാനലിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്റ്റോർട്ടഡ് PCM സിഗ്നൽ ആയിരിക്കും. ഡിസ്റ്റോർട്ടഡ് PCM സിഗ്നൽ. അപ്പോൾ ആ ഡിസ്റ്റോർട്ടഡ് നമ്മുടെ ചാനലിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഒരു ഡിസ്റ്റോർട്ടഡ് PCM സിഗ്നൽ ആയിരിക്കും. എവിടെ കിട്ടുന്നത്? ചാനൽ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ ഇതിനെ നമ്മൾ ഒരു റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ്, നമുക്ക് ആ നോയ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മളൊരു ആംപ്ലിഫയർ ആണ് റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ്. ഓരോ ബ്ലോക്ക് നമ്മൾ പഠിക്കും എന്താണെന്നുള്ളത്. റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സിലൂടെ പാസ് ചെയ്യിക്കും. ദെൻ അത് ഒന്നിൽ കൂടുതൽ റിപ്പീറ്റേഴ്സ് വരാം. സോ അഗെയിൻ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ്. സോ ഒന്നിൽ കൂടുതൽ, ഇത് രണ്ടും സെയിം ആണ്. റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സിലൂടെ പാസ് ചെയ്യിക്കും. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു റീജനറേറ്റഡ് PCM ആയിരിക്കും. നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു റീജനറേറ്റഡ് PCM ആയിരിക്കും. ദെൻ നമ്മൾ റിസീവർ സെക്ഷൻ നോക്കുവാണെങ്കിൽ, റിസീവർ സെക്ഷനിൽ എന്താണ്? നമ്മളിപ്പം ചാനലിലൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ റീജനറേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഒരു ഫൈനൽ ചാനൽ ഔട്ട്പുട്ട്, നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു PCM സിഗ്നലിനെ നമ്മൾ വീണ്ടും ഒരു റീജനറേറ്റീവ് സർക്യൂട്ട്, സോ എന്തെങ്കിലും ഡിസ്റ്റോർഷൻസ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു റീജനറേറ്റീവ് സർക്യൂട്ടിനകത്തൂടെ പാസ് ചെയ്യിക്കും. ദെൻ നമ്മൾ ട്രാൻസ്മിറ്ററിൽ എന്തൊക്കെ ചെയ്തോ അതെല്ലാം നമുക്ക് തിരിച്ചും ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യും? എൻകോഡ് ചെയ്താണ് ട്രാൻസ്മിറ്റ് ചെയ്തേക്കുന്നത്. സോ നമ്മളത് തിരിച്ച് ഡീകോഡ് ചെയ്യും. ആ ഡീകോഡഡ് സിഗ്നലിനെ നമ്മളൊരു റീകൺസ്ട്രക്ഷൻ ഫിൽറ്ററിലൂടെ പാസ് ചെയ്യിക്കും. നമുക്ക് ഒറിജിനൽ സിഗ്നലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിലോട്ടും കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ യൂസ് ചെയ്യണം. സോ ആ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. സോ ദിസ് ഇസ് ദ ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ മീൻസ് ദ ഫൈനൽ ഔട്ട്പുട്ട്. സോ നമുക്ക് ഇത്രയും പ്രോസസ്സ്. സോ ഇതാണ് നമ്മുടെ റിസീവർ സെക്ഷൻ. സോ ദിസ് ഈസ് ദ റിസീവർ സെക്ഷൻ. സോ ട്രാൻസ്മിറ്റർ സെക്ഷനിൽ ലോ പാസ് ഫിൽറ്റർ, സാമ്പിളർ, ക്വാണ്ടൈസർ. സോ നമുക്ക് ഇതിനെ നമ്മൾ ADC എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ADC. സോ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ക്വാണ്ടൈസേഷൻ, എൻകോഡിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ടെക്നിക്കാണ്. സോ
ഇത്രയാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്ക് ഇതിനകത്ത് വരുന്ന എന്താ സാമ്പിളിംഗ് ഓൾറെഡി നമ്മൾ പഠിച്ചു. ദെൻ ക്വാണ്ടൈസേഷൻ എന്താണ്, എൻകോഡിങ് എന്താണ്, ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ക്വാണ്ടൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, റൗണ്ടിങ് ഓഫ് പ്രോസസ്സാണ്. ആ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ റൗണ്ട് ഓഫ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ എക്സസീവ് ബിറ്റ്സ് ആൻഡ് കൺഫൈനിങ് ദ ഡേറ്റ. കൺഫൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ യൂണിഫോം, നോൺ യൂണിഫോം ക്വാണ്ടൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദ യൂസ് ഓഫ് നോൺ യൂണിഫോം ക്വാണ്ടൈസർ ഈസ് ഇക്വലൻ ടു പാസിംഗ് ദ ബേസ് ബാൻഡ് സിഗ്നൽ. ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജ് സിഗ്നലാണ്. സോ it is equivalent to passing the baseband signal through a compressor and then applying the compressed signal to a uniform quantizer. So non-uniform quantizer ഉണ്ട്, യൂണിഫോം quantizer ഉണ്ട്. സോ നമ്മൾ യൂണിഫോം quantizer അതിൻ്റെ ഇക്വലൻസി നമ്മൾ പറയുന്നത് മെസ്സേജ് സിഗ്നലിനെ നമ്മളൊരു കംപ്രസറിലൂടെ പാസ് ചെയ്യുന്നു, ദെൻ ആ കംപ്രസ്ഡ് സിഗ്നലിനെ ഒരു യൂണിഫോം ക്വാണ്ടൈസറിലൂടെ പാസ് ചെയ്യുന്നു. അത് നെറ്റ് എഫക്റ്റ് സെയിം ആയിരിക്കും. നമ്മൾ കുറേ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ, ഈ രണ്ട് മെത്തേഡാണ് നമ്മൾ ടുഗദറായിട്ട് നമ്മൾ കോമ്പാൻഡിങ് എന്ന് പറയും. കംപ്രസിങ് ആൻഡ് എക്സ്പാൻഡിങ്. സോ ഇതാണ് ഒരു PCM മോഡ്യൂളിലാണ് നടക്കുന്നത്. കംപ്രഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് സൈഡിലും കോമ്പാൻഡിങ് എന്ന് പറയുന്നത് എക്സ്പാൻഡർ സൈഡിലും നടക്കുന്നതാണ്. സോ കംപ്രഷൻ ലോ നമ്മൾ ഈ കോമ്പാൻഡിങ് ടെക്നിക്സ് ആണ്. ഈ കോമ്പാൻഡിങ്, കംപ്രസിങ് ആൻഡ് എക്സ്പാൻഡിങ്, ആ രണ്ട് ടെക്നിക്സ് ആണ് നമ്മൾ കോമ്പാൻഡിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. നമ്മൾ മ്യൂ ലോ ആൻഡ് എ ലോ എന്ന് പറഞ്ഞ് രണ്ട് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പം മ്യൂ ലോ ഡിഫൈൻ ചെയ്യുന്നത് ഇതാണ്, ഇൻപുട്ടും ഔട്ട്പുട്ടും വോൾട്ടേജസും തമ്മിലുള്ള റിലേഷൻ മ്യൂ ലോ വെച്ചിട്ട് പറഞ്ഞേക്കുവാണ്. സോ ദ നോർമലൈസ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് മോഡ് വി ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് 1 പ്ലസ് മ്യൂ മോഡ് എം. എം എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജും വി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജുമാണ്. സോ ലോഗ് ഓഫ് 1 പ്ലസ് മ്യൂ. ഈ മ്യൂവിന് വാല്യൂസ് ഉണ്ട്. സോ അത് നമ്മൾ പറയും, അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ ഒരു മ്യൂ ലോ ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷൻ. സോ മ്യൂ ലോയും എ ലോ എന്ന് പറയുന്നത് കോമ്പാൻഡിങ് ടെക്നിക്സ് ആണ്. സോ ഈ ടെക്നിക്സ് ക്വാണ്ടൈസേഷൻ ടെക്നിക്സ് ആണ്. സോ നമ്മളൊരു യൂണിഫോം ക്വാണ്ടൈസേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ മ്യൂയുടെ വാല്യൂ 0 ആവണം. ആ ഇക്വേഷൻ വെച്ചിട്ട് മ്യൂയുടെ വാല്യൂ 0 ആവുന്ന സമയത്താണ് നമുക്ക് യൂണിഫോം ക്വാണ്ടൈസേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സോ മ്യൂ ലോ ഈസ് സ്ട്രിക്ട്ലി ലീനിയർ. ഈ പോയിന്റ് ശ്രദ്ധിച്ചോണം. മ്യൂ ലോ ഈസ് സ്ട്രിക്ട്ലി ലീനിയർ അറ്റ് ലോവർ ഇൻപുട്ട് ലെവൽസ് ആൻഡ് ലോഗരിതമിക് അറ്റ് ഹയർ ഇൻപുട്ട് ലെവൽസ്. ശരിക്കും ഈ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ ലോസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണ്. നമ്മളിനി എക്സ്പാൻഷൻ ലോസ് പഠിക്കുന്നുണ്ട്. എക്സ്പാൻഡർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, എക്സ്പാൻഡർ നമ്മൾ റിസീവർ സൈഡിൽ ചെയ്യുന്നതാണ്. ഇപ്പം കംപ്രസിങ് ചെയ്യുന്ന പോലെ തന്നെ എക്സ്പാൻഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അത് രണ്ടും ഒരു ഇൻവേർഷൻ പ്രോസസ്സാണ്. സോ ഇനി എ ലോ എന്ന് പറയുന്ന ഒരു കോമ്പാൻഡിങ് ടെക്നിക്കും യൂസ് ചെയ്യാറുണ്ട്. സോ അനദർ കംപ്രഷൻ ലോ ദാറ്റ് ഈസ് എ ലോ. എ ലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എം. എം എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സോ ഇത് രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. 0 to 1/a ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ ഇതാണ് ഇക്വേഷൻ. 1/a to 1 വേരി ചെയ്യുമ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇനി ഇവിടെ യൂണിഫോം ക്വാണ്ടൈസേഷൻ കറസ്പോണ്ട് ടു A1. നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് മ്യൂ ലോ വെച്ച് പറയുമ്പോൾ മ്യൂ 0 ആകുമ്പോഴാണ് യൂണിഫോം ക്വാണ്ടൈസേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത സമയത്ത് ഒരു ലോഗരിതമിക് ക്വാണ്ടൈസേഷനാണ് നമുക്ക് അച്ചീവ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചേക്കണം. യൂണിഫോം ക്വാണ്ടൈസേഷൻ അച്ചീവ് ചെയ്യുന്നത് ഇക്വേഷൻ മ്യൂ 0 ആകുമ്പോഴാണ്, A1 ആകുമ്പോഴാണ് യൂണിഫോം ക്വാണ്ടൈസേഷൻ അച്ചീവ് ചെയ്യുന്നത്. സോ മ്യൂ ലോ എ ലോ ഡിഫറൻസ് മനസ്സിലാക്കണം. Then for restoring the signal samples at their correct level we use expander at the receiver side. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കംപ്രഷൻ നമ്മൾ ചെയ്യുന്ന കംപ്രസർ യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ എക്സ്പാൻഡറും റിസീവർ സൈഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും കംപ്രസറും എക്സ്പാൻഡേഴ്സും എന്താണ്, ഇൻവേഴ്സ് ആണ്. രണ്ട് ലോസും ഒരു ഇൻവേഴ്സ് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ ക്വാണ്ടൈസേഷൻ കൺസിഡർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എക്സ്പാൻഡർ ഔട്ട്പുട്ട് കംപ്രസർ ഇൻപുട്ടിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ ക്വാണ്ടൈസേഷൻ എഫക്റ്റ് കൺസിഡർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പാൻഡർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കംപ്രസർ ഔട്ട്പുട്ടിന് ഈക്വൽ ആയിരിക്കും. ദെൻ ഈ മ്യൂവിൻ്റെ ടിപ്പിക്കൽ വാല്യൂസ് അറിഞ്ഞിരിക്കണം. മ്യൂവിൻ്റെ വാല്യൂ 255, എയുടെ വാല്യൂ 87.6 ആണ് ഫോർ എ റീസണബിൾ സിഗ്നൽ ടു നോയിസ് റേഷ്യോ. അപ്പോൾ നമുക്ക് എയുടെയും
മ്യൂവിൻ്റെയും ടിപ്പിക്കൽ വാല്യൂസ് പഠിച്ചു വെച്ചേക്കണം. ഇനി എലോ കോമ്പാൻഡിങ് ടെക്നിക്, ഞാൻ പറഞ്ഞു എലോയും മ്യൂലോ ആണ് നമ്മൾ കോമ്പാൻഡിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ കംപ്രസറിനെയും എക്സ്പാൻഡറിനെയും കൂടെ ടുഗദറായിട്ട് പറയുന്ന പേരാണ് കോമ്പാൻഡർ. സോ എലോ കോമ്പാൻഡിങ് എവിടെ യൂസ് ചെയ്യുന്നത്? PCM ടെലിഫോൺ സിസ്റ്റത്തിലാണ് നമ്മൾ എലോ യൂസ് ചെയ്യുന്നത്. മ്യൂലോ യൂസ് ചെയ്യുന്നത് സ്പീച്ച് ആൻഡ് മ്യൂസിക് സിഗ്നൽസിൻ്റെ കേസസിലാണ് നമ്മൾ മ്യൂലോയും യൂസ് ചെയ്യുന്നത്. സോ ഇനി ടൈപ്പ് ഓഫ് ക്വാണ്ടൈസേഷൻ, ഏതൊക്കെ ടൈപ്പ് ക്വാണ്ടൈസേഷൻ മെത്തേഡ്സ് ഉണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു യൂണിഫോം ഉണ്ട്, നോൺ യൂണിഫോം ഉണ്ട്. നോൺ യൂണിഫോം എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ദെൻ ക്വാണ്ടൈസേഷൻ ലെവൽസ് ആർ യൂണിഫോംലി സ്പേസ്ഡ് ഇൻ termed as യൂണിഫോം. യൂണിഫോംലി സ്പേസ്ഡ് ആണെങ്കിൽ നമുക്കതിനെ യൂണിഫോം ക്വാണ്ടൈസേഷൻ എന്ന് പറയാം. അതല്ല അൺഈക്വൽ ആയിട്ടാണ് അതിനെ ചെയ്യുന്നതെങ്കിൽ അതിനെ നോൺ യൂണിഫോം ക്വാണ്ടൈസേഷൻ എന്നും നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് യൂണിഫോം ക്വാണ്ടൈസേഷൻ ആൻഡ് നോൺ യൂണിഫോം ക്വാണ്ടൈസേഷൻ. ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് ക്വാണ്ടൈസേഷൻ. ദെൻ യൂണിഫോം ക്വാണ്ടൈസേഷനെ പിന്നെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. രണ്ട് ടൈപ്പ് യൂണിഫോം ക്വാണ്ടൈസേഷൻ ഉണ്ട്. ഒന്ന് മിഡ് റൈസ് ആൻഡ് മിഡ് ട്രെഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മിഡ് റൈസും ഉണ്ട്, മിഡ് ട്രെഡും ഉണ്ട്. സോ ഇത് രണ്ടും യൂണിഫോം ക്വാണ്ടൈസേഷന് എക്സാമ്പിൾസ്, രണ്ട് ടൈപ്സ് ആണ്. യൂണിഫോം ക്വാണ്ടൈസേഷൻ്റെ രണ്ട് ടൈപ്സ് ആണ്, മിഡ് റൈസ് ആൻഡ് മിഡ് ട്രെഡ്. സോ അതിൻ്റെ ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ, ആ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ, മിഡ് റൈസ് മീൻസ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ആ സ്റ്റെപ്സ് വേരി ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും, മിഡ് റൈസ്. സോ മിഡ് റൈസ് മീൻസ് 0-ൽ നിന്ന് റൈസ് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇതാണ് മിഡ് റൈസ്. മിഡ് ട്രെഡ് എന്ന് പറയുമ്പം ആ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്കെച്ച് എന്ന് പറയുന്നത് മിഡ് ട്രെഡ് ആ ഒരു ഇൻപുട്ടിന് അക്രോസ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും വേരി ചെയ്യുന്നത്. സോ ദിസ് ഈസ് മിഡ് റൈസ്, ദിസ് ഈസ് മിഡ് ട്രെഡ്. സോ മിഡ് ട്രെഡ് ഉണ്ട്, മിഡ് റൈസ് ക്വാണ്ടൈസേഷൻ ഉണ്ട്. മിഡ് റൈസ് ഇവിടെ പറയുന്നത് ഒറിജിൻ ലൈസ് ഇൻ ദ മിഡിൽ ഓഫ് ദ റേസിംഗ് പാർട്ട് ഓഫ് ദ സ്റ്റെയർ കേസ് ലൈക്ക് വേവ് ഫോം. ക്വാണ്ടൈസേഷൻ ലെവൽ, നമ്മൾ ആ ക്വാണ്ടൈസേഷൻ ലെവൽസ് ആണ് സ്റ്റെപ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ക്വാണ്ടൈസേഷൻ ലെവൽസ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മിഡ് ട്രെഡ് ആണെങ്കിൽ അത് ഓഡ് നമ്പർ ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Both the mid-rise and mid-tread type of uniform condensation are symmetric about the origin. അപ്പോൾ നമുക്ക് ആ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിമെട്രിക്കലാണ്. Then the difference between an input value and condensed value is called condensation error. Condensation error എന്താണെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇനി condensation noises ഒക്കെ വരുന്നുണ്ട്. സോ mid-rise, mid-tread രണ്ട് ടൈപ്പ് ഓഫ് condensation ടെക്നിക്സ് ആണ്. ആ മിഡ് റൈസിൻ്റെ വാല്യൂസ്, ക്വാണ്ടൈസേഷൻ ലെവൽ എന്ന് പറയുന്നത് ഈവൻ ഇൻ നമ്പർ ആണ്. മിഡ് ട്രെഡ് ആണെങ്കിൽ അത് ഓഡ് വാല്യൂസ് ആയിരിക്കും. രണ്ടും സിമെട്രിക്കലാണ്. ദെൻ ഏലോ ഹാസ് മിഡ് റൈസ് അറ്റ് ദ ഒറിജിൻ ആൻഡ് മ്യൂലോ ഹാസ് മിഡ് ട്രെഡ് അറ്റ് ദ ഒറിജിൻ. മിഡ് റൈസ് അറ്റ് ദ ഒറിജിൻ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏലോ നോൺ സീറോ വാല്യൂസ് ആണ്. എയുടെ വാല്യൂ 1 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് യൂണിഫോം ക്വാണ്ടൈസേഷന്. മ്യൂലോയുടെ വാല്യൂ 0 ആണ് യൂണിഫോം ക്വാണ്ടൈസേഷനും വേണ്ടുന്നത്. സോ ഏലോടെയും മ്യൂലോടെയും ഒരു ഡിഫറൻസ് ആണ് മിഡ് റൈസിൻ്റെയും മിഡ് ട്രെഡിൻ്റെയും ടേംസിൽ. ദെൻ നമുക്ക് പഠിക്കാനുള്ള എൻകോഡിങ് ടെക്നിക്സ്. എൻകോഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, സാമ്പിളിങ് കഴിഞ്ഞു, ക്വാണ്ടൈസേഷൻ ചെയ്തു. ക്വാണ്ടൈസേഷൻ ചെയ്തിട്ട് അടുത്ത പ്രോസസ്സാണ് ശരിക്കും എൻകോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എൻകോഡിങ്? എന്തിനാണ് എൻകോഡിങ് ചെയ്യുന്നത്? നമുക്ക് ക്വാണ്ടൈസ്ഡ് വാല്യൂസിനെ, നമ്മൾ ആ ക്വാണ്ടൈസേഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും? നമുക്കതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. നമ്മളതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കോഡഡ് പൾസസ് ആയിട്ടായിരിക്കും. അപ്പോൾ എങ്ങനെ കോഡിങ് ചെയ്യാം? നമ്മൾ ലൈൻ കോഡ്സ് ആണ്, ബൈനറി ഡേറ്റ ആയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻ കോഡ്സ് ആണ്. സോ ലൈൻ കോഡ്സ് യൂസ് ചെയ്താണ്, അല്ലെങ്കിൽ ലൈൻ കോഡ്സ് യൂസ് ചെയ്ത് ബൈനറി ഡേറ്റ ആയിട്ടാണ് നമ്മൾ എൻകോഡിങ് ചെയ്യുന്നത്. സോ ഈ ലൈൻ കോഡ് റെപ്രസെൻറ്റേഷൻസ് നമ്മൾ മെയിനായിട്ടും 5 ടൈപ്പ് ലൈൻ കോഡ് റെപ്രസെൻറ്റേഷൻസ് പറയുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണം യൂണിപോളാർ നോൺ റിട്ടേൺ ടു സീറോ സിഗ്നലിംഗ്, ദെൻ രണ്ടാമത്തത് പോളാർ നോൺ റിട്ടേൺ ടു സീറോ സിഗ്നലിംഗ്, ദെൻ യൂണിപോളാർ റിട്ടേൺ ടു സീറോ സിഗ്നലിംഗ്, ദെൻ ബൈപോളാർ റിട്ടേൺ ടു സീറോ സിഗ്നലിംഗ്.
RZ means return to 0, NRZ means non-return to 0. Then last method is split phase or Manchester code method. So ഇങ്ങനെ മെയിനായിട്ടും 5 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എൻകോഡിങ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിനെല്ലാം ലൈൻ കോഡിങ് മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. ലൈൻ കോഡിങ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് പൾസസ്, കോഡഡ് പൾസസ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻ കോഡിങ് ടെക്നിക്സ് ആണ്. ഇനി ഓരോന്നിനകത്തും ഉള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം നമുക്ക് പഠിക്കണം. എങ്ങനെയാണ് യൂണിപോളാർ സിഗ്നലിംഗ് ചെയ്യുന്നത്, എങ്ങനെയാണ് പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 0 പൾസ്, ഒരു സിമ്പിൾ നമ്മുടെ വാല്യൂ, ബൈനറി വാല്യൂ 0 ആണെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, 1 ആണെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഈ 5 മെത്തേഡ്സും നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഈ 5 മെത്തേഡ്സും തമ്മിലുള്ള ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതാണ് നമുക്ക് ശരിക്കും പഠിക്കാനുള്ളത്. ഇതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അതിൻ്റെ കമ്പാരിസൺ ഇൻ ടേംസ് ഓഫ് വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദ 5 ലൈൻ കോഡ് ടെക്നിക്സ്. ഇതൊക്കെയാണ് നമുക്ക് അടുത്ത ലെക്ചറിൽ പഠിക്കാനുള്ളത്. സോ നമ്മൾ PCM ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. PCMൻ്റെ ട്രാൻസ്മിറ്റിംഗ് സെക്ഷൻ അതാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നത് സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമുക്കിനി എൻകോഡിങ്ങിനെ കുറിച്ചിട്ട് ആണ് പഠിക്കാനുള്ളത്. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഈ 5 മെത്തേഡ്സും നമുക്ക് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സും അതുപോലെ റിസീവർ സെക്ഷന് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇത്രയും നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ ഡിഫറെൻറ്റ് ലൈൻ കോഡ് ടെക്നിക്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.